സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പുതിയ ചാപ്റ്ററിലേക്കാണ് വരുന്നത്. നമ്മുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ ജെനറ്റിക്സ് ആൻഡ് ഇവല്യൂഷൻ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ. ഇത് നമ്മുടെ സുവോളജിയുടെ മൂന്നാമത്തെ ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് വാക്കുകൾ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്ന് ഇൻഹെറിറ്റൻസ്, മറ്റൊന്ന് വേരിയേഷൻ. നമുക്കറിയാം, എല്ലാ സെക്ഷുവലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് they produce its own kind. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ തന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ, an elephant gives birth to a baby elephant. A cat reproduces its own kind, a kitten. A human being produces its own kind, a baby. So, sexually reproducing ആയിട്ടുള്ള എല്ലാ ജീവികളും as a result of reproduction produce its own kind. സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകതയാണെന്ന് നമുക്കറിയാം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ബന്ധു വീടുകളിലൊക്കെ ചെറിയ കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരെ കാണാൻ പോകാറുണ്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്, ചെറിയ കുട്ടികളെ കാണുക എന്നുള്ളത്. കുട്ടികളെ കണ്ടിട്ട് നമ്മൾ പലപ്പോഴും അഭിപ്രായ പ്രകടനം നടത്താറുണ്ട്. നമ്മൾ പറയും, കുട്ടിയുടെ ചിരി അമ്മയെപ്പോലെയാണ്, കുട്ടിയുടെ മുഖം അച്ഛൻ്റെ പോലെയാണ്, അല്ലെങ്കിൽ കുട്ടിയുടെ നിറം മുത്തച്ഛൻ്റെ പോലെയാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചുവിടും. നമുക്കറിയാം, നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ മുത്തച്ഛനോട്, മുത്തശ്ശിയോട് ഒക്കെ പല സദൃശ്യങ്ങളുമുണ്ട്. We have so many similarities with the previous generation. നമ്മൾ ഇതിനെ ഇങ്ങനെ പ്രീവിയസ് ജനറേഷൻ്റെ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന മുൻ തലമുറയുടെ സ്വഭാവ സവിശേഷതകൾ, അതിനെ നമ്മൾ ഹെറിഡിറ്റി എന്നാണ് വിളിക്കുക. സോ എന്താണ് ഹെറിഡിറ്റി? ഹെറിഡിറ്റി ഈസ് എ collection of characteristic features that we inherited or we acquired from the previous generation. ഇതിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് വിളിക്കുന്നത്. The process of acquiring these characters, the process of acquiring these features is called inheritance. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിലൊക്കെ തന്നെ നമ്മുടെ മുൻ തലമുറക്കാർ, നമ്മുടെ മാതാപിതാക്കളുടെ ആവാം, നമ്മുടെ മുത്തച്ഛൻ്റെ ആവാം, മുത്തശ്ശിയുടെ ആവാം, ആ തലമുറയിലെ ആൾക്കാരുടെ ആവാം, ഒക്കെ സ്വഭാവ സവിശേഷതകൾ നമ്മളിൽ അടങ്ങിയിരിക്കുന്നു. ഇതിനാണ് ഹെറിഡിറ്റി എന്ന് പറയും. നമ്മൾ അക്വയർ ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്നാണ് വിളിക്കുക. നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയില്ലേ, പാരമ്പര്യം എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ല. അത് തന്നെ. പക്ഷേ നമുക്കറിയാം, ഒരു കുട്ടിയിൽ അല്ലെങ്കിൽ നമ്മളിലൊക്കെ തന്നെ മാതാപിതാക്കളുടെ നിന്നും അല്ലെങ്കിൽ മുൻ തലമുറയിൽ നിന്നും വിഭിന്നമായ സ്വഭാവ സവിശേഷതകൾ നമുക്കൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടേതായ തനതായ സ്വഭാവ സവിശേഷതകളുമുണ്ട്. ഇതിനെ നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കും. മലയാളത്തിൽ അതിന് വ്യതിയാനം എന്നാണ് പറയുക. വേരിയേഷൻ എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് വേരിയേഷൻ?
തലമുറയിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് ഉണ്ടാവുന്ന സ്വഭാവ സവിശേഷതകളെയാണ്, ഫീച്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വേരിയേഷൻ എന്ന് വിളിക്കുക. വേരിയേഷൻ യഥാർത്ഥത്തിൽ 8000 BCE തന്നെ മനുഷ്യർക്ക് ഈ ഹെറിഡിറ്റിയെക്കുറിച്ചും വേരിയേഷനെ കുറിച്ചുമൊക്കെ അറിവുണ്ടായിരുന്നു. കാരണം കൃഷിയിൽ ഇതൊക്കെ അവർ ഉപയോഗിച്ചത്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള ശാസ്ത്ര സത്യങ്ങളെക്കുറിച്ചോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നെങ്കിൽ കൂടി കൃഷി വ്യാപകമായപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ധാരണകൾ അവർക്ക് സ്വയമേ കൈവന്നിരുന്നു. അതായത് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകൾ സന്തതികളിലേക്ക് പകരുമെന്നും, എന്നാൽ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവ സവിശേഷതകളായ നമ്മൾ വിളിക്കുന്ന ഈ വേരിയേഷൻസ് സന്തതികളിൽ ഉണ്ടാകുമെന്നും, അങ്ങനെ മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായ സന്താനങ്ങൾ ഉണ്ടാകുമെന്നുമൊക്കെ 8000 BC തന്നെ അന്നത്തെ ജനങ്ങൾക്ക് അറിയാമായിരുന്നു. അവരത് കൃഷിയിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി കാർഷിക രംഗത്ത് നല്ല ഗുണങ്ങളുള്ള സസ്യങ്ങളെ തിരഞ്ഞെടുക്കാനും നല്ല ഉൽപാദനശേഷിയുള്ള മൃഗങ്ങളെ വളർത്തിയെടുക്കുവാനും ഒക്കെ അന്നേ അവർക്ക് സാധിച്ചു. പക്ഷെ ഇതിൻ്റെ ശാസ്ത്രീയമായി ഇതിനെക്കുറിച്ച് പഠനം നടത്തിയത് നമുക്കറിയാം, നമ്മുടെ ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രിഗർ മെൻഡൽ എന്ന വ്യക്തി, എന്ന ശാസ്ത്രജ്ഞൻ. അപ്പോൾ നമ്മൾ ഈ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ ഉൾപ്പെടുന്ന പഠന മേഖലയ്ക്ക് നമ്മൾ ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ് എന്നാണ് പറയുന്നത്. ജെനറ്റിക്സ് എന്ന് വിളിക്കുന്നു. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ അദ്ദേഹമാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് ആദ്യമായി ഒരു അടിത്തറ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രിൻസിപ്പിൾസ്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ പ്രിൻസിപ്പിൾസാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് ഒരു അടിത്തറയുണ്ട്. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. അദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നാണ് വിളിക്കുക. ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫാദർ ഓഫ് ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് നോക്കാം. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറി വിഭാഗത്തിൽപ്പെട്ട ഒരു സന്യാസി, ഹി വാസ് എ മോങ്ക്, ഒരു സന്യാസി ആയിരുന്നു. ഓസ്ട്രിയ എന്ന രാജ്യമാണ് അദ്ദേഹത്തിൻ്റെ മാതൃരാജ്യം. അവിടെ ബ്രൺ എന്ന് വിളിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മൊണാസ്ട്രി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ പഠനകാര്യത്തിലൊക്കെ വളരെ മുൻപന്തിയിലായിരുന്ന അദ്ദേഹം സസ്യശാസ്ത്രത്തിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുകയും മൊണാസ്ട്രിയുടെ ആ ആശ്രമത്തിൻ്റെ പൂന്തോട്ടത്തിൽ, ആശ്രമത്തിൻ്റെ ഗാർഡനിൽ അദ്ദേഹം ധാരാളം പരീക്ഷണങ്ങൾ, സസ്യങ്ങളിൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും പരീക്ഷണം നടത്തിയത് പീ പ്ലാന്റിലാണ്. ഒരു പയറുവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് പീ പ്ലാന്റ്. സോ ഹി കണ്ടക്ടഡ് ഹിസ് എക്സ്പെരിമെന്റ്സ് ഇൻ പീ പ്ലാന്റ്സ്. ആൻഡ് വാട്ട് വാസ് ദ എയിം ഫോർ ഹിസ് എക്സ്പെരിമെന്റ്? He wanted to study how characters from one generation is transferred to the next generation. എങ്ങനെയാണ് സ്വഭാവ സവിശേഷതകൾ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അറിയാനാണ് അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയത്. അപ്പോൾ 1856 മുതൽ 1863 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരീക്ഷണ കാലഘട്ടം. 1856 മുതൽ 1863 വരെ അദ്ദേഹം പീ പ്ലാന്റ്സിൽ പരീക്ഷണങ്ങൾ നടത്തി.
അപ്പോൾ പീ പ്ലാന്റ്സിൽ അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആയിരുന്നു. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അദ്ദേഹം എന്തുകൊണ്ടാണ് പീ പ്ലാന്റ്സിനെ തിരഞ്ഞെടുത്തത് എന്നാണ് നമുക്ക് നോക്കുന്നത്. ധാരാളം സസ്യങ്ങളുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് പീ പ്ലാന്റ്സിനെ മാത്രം തിരഞ്ഞെടുത്തത്? അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ഒന്ന്, പീ പ്ലാന്റ്സിൽ ധാരാളം കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉണ്ട്. എന്താണ് ഈ കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ്? നമ്മൾ സാധാരണ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഒരേ സ്പീഷീസിൽപ്പെട്ട എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള പ്ലാന്റ്സിനെയാണ് ഹൈബ്രിഡൈസേഷന് വേണ്ടി തിരഞ്ഞെടുക്കുക. ഹൈബ്രിഡൈസേഷനെ കുറിച്ച് അതിൻ്റെ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്ന് നമുക്ക് ചെറുതായിട്ട് നോക്കാം. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സ്പീഷീസിൽപ്പെട്ട എന്നാൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാന്റ്സിനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി, കൃത്രിമ പോളിനേഷൻ നടത്തി, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നടത്തി ഒരു സങ്കര സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുക. ഒരു ഹൈബ്രിഡിനെ നമ്മളതിനെ ഹൈബ്രിഡ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഒരു പാരന്റിലുള്ള നല്ല ഗുണം, മറ്റൊരു പാരന്റിലുള്ള നല്ല ഗുണം രണ്ടും കൂടി സന്താനത്തിൽ ചേർപ്പിക്കുക. സന്താനത്തിൽ ചേർത്ത് ഒരു ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു സങ്കര സന്തതി ഉണ്ടാക്കുക. ഇതാണ് ഹൈബ്രിഡൈസേഷൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്സ് പ്ലാന്റ് ബ്രീഡിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. നിങ്ങളത് ചിലപ്പോൾ ബോട്ടണിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നൊക്കെ നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് നടത്തുന്നതെന്ന് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഹൈബ്രിഡൈസേഷൻ. രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള പ്ലാന്റ്സിനെ നമ്മൾ പാരൻസ് ആയിട്ട് തിരഞ്ഞെടുക്കണം. ഈ രണ്ട് പ്ലാന്റ്സിൻ്റെയും ഡിസൈഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അതായത് നമുക്ക് വേണ്ട ഗുണങ്ങൾ. ചിലപ്പോൾ ഒരു പ്ലാന്റിൽ ഒരു ഗുണം നല്ല നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഗുണം ഉണ്ടാവും, എന്നാൽ മറ്റ് ഗുണങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അത്ര താല്പര്യമുള്ളതായിരിക്കില്ല. മറ്റേ പ്ലാന്റിൽ വേറൊരു ഗുണം ഉണ്ടായിരിക്കും. ഈ രണ്ട് ഗുണങ്ങളെയും നമുക്ക് ഒരു പ്ലാന്റിൽ കിട്ടും. അങ്ങനെ ഒരു സങ്കര സന്തതി, ഒരു ഹൈബ്രിഡ് വെറൈറ്റിയെ ഉണ്ടാക്കണം. ഇതിനാണ് ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പ്ലാന്റ് ബ്രീഡിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഹൈബ്രിഡൈസേഷൻ ടെക്നിക്ക്. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കാണ്, ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ്സ് ആണ് ഗ്രിഗർ മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് പീ പ്ലാന്റ്സിനെ ഹൈബ്രിഡൈസേഷന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞു, പീ പ്ലാന്റ്സ് ഹാവ് so many contrasting features. എന്താണ് ഈ contrasting features എന്ന് പറഞ്ഞാൽ? as you can see here, ഒരേ ക്യാരക്ടറിന് തന്നെ രണ്ട് എക്സ്ട്രീം വെറൈറ്റി, രണ്ട് എക്സ്ട്രീം ഫോം. ഇതാണ് നമ്മൾ കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് എന്ന് വിളിക്കുക. നിങ്ങളിവിടെ കാണുന്ന പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, height of the plant is considered. Two types of pea plants are there: a dwarf plant and a tall plant. So tallness and dwarfness, these two are contrasting features of the character height. Okay. Now flower color എന്ന് പറഞ്ഞ ക്യാരക്ടർ നമ്മൾ എടുത്താൽ, again contrasting features are there. Some pea plants are with white flowers and some pea plants are with violet flowers. Again, when we take the position of the flower, again contrasting features are there. So there are pea plants with apical flowers and pea plants with axillary flowers, axial flowers. Then color of the seed, yellow seeded pea plants are there, green seeded pea plants are there. Shape of the seed, round seeded pea plants are there, wrinkled seeded pea plants are there. So in this way, the pod color, green and yellow, pod shape, full and wrinkled. So in this way, in this manner,
In pea plant, there are 7 contrasting features. There are 7 pairs of contrasting features are there. 7 pairs of contrasting features. So what is the benefit of this? ഇതിന് നേട്ടം എന്താണ്? അപ്പോൾ ഈ കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഇങ്ങനെ ധാരാളം ഉള്ളപ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു സെലക്ട് പീ പ്ലാന്റ്സ് ഫോർ ഹൈബ്രിഡൈസേഷൻ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു വൈറ്റ് ഫ്ലവേർഡ് പീ പ്ലാന്റിനെയും ഒരു വയലറ്റ് ഫ്ലവേർഡ് പീ പ്ലാന്റിനെയും തമ്മിൽ നമുക്ക് ഹൈബ്രിഡൈസേഷൻ നടത്താം. എന്നിട്ട് അത് സന്താനങ്ങളിൽ എങ്ങനെ വന്നു എന്ന് പരിശോധിക്കാം. ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്താം. സന്താനങ്ങളിലേക്ക് എങ്ങനെ വന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്രീഡം ഹൈബ്രിഡൈസേഷൻ്റെ കാര്യത്തിൽ ഇത് വളരെയധികം ഫ്രീഡം ഒരു എക്സ്പെരിമെൻറ്ററിനെ സംബന്ധിച്ചിടത്തോളം, ഒരു സയൻറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കുന്നു പീ പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീ പ്ലാന്റ് ഒരു ബെസ്റ്റ് സ്പെസിമെനാണ്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിന് ഒരു നല്ല സ്പെസിമെനായിട്ട് മാറും. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് മെനി കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ്. ഓക്കെ, അതൊരു കാരണമാണ്. പീ പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ അത് ഒരു കാരണം. ഇനി മറ്റൊന്ന്, പീ പ്ലാന്റ് ഈസിലി അവൈലബിൾ ആണ്. നമുക്കറിയാം പീ പ്ലാന്റ് ഒരു പയർ വർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. അത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. മറ്റൊന്ന്, അത് ഈസി ടു ഗ്രോ, വളരെ എളുപ്പത്തിൽ തന്നെ വളർത്തിയെടുക്കാൻ സാധിക്കും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഷോർട്ട് ലൈഫ് സ്പാനാണ്. പീ പ്ലാന്റ് വളരെ ഷോർട്ട് ലൈഫ് സ്പാനുള്ള ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ നേട്ടം എന്താണ്? വളരെ പെട്ടെന്ന് നമുക്ക് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഒരു മാംഗോ പ്ലാന്റിലാണ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത് വിചാരിക്കാം. എത്ര വർഷമെടുക്കും റിസൾട്ട് കിട്ടാൻ? ഹൈബ്രിഡൈസേഷൻ നടത്തി അതിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ചു, ആ വിത്ത് നട്ടു, അത് മുളച്ച് ഒരു മാവായി അതിൽ ഫലം ഉണ്ടാകണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഒരു പീ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ദിവസങ്ങൾ കൊണ്ട് തന്നെ പുതിയ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ബിക്കോസ് ലൈഫ് സ്പാൻ ഇസ് വെരി ഷോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പീ പ്ലാന്റിനെ അദ്ദേഹം തൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്തു. ഓക്കെ, നൗ എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്? ഒരുപക്ഷെ നിങ്ങൾ ബോട്ടണിയിൽ പഠിച്ചിട്ടുണ്ടാവും. നമുക്കൊന്ന് ബ്രീഫായിട്ട്, വളരെ ബ്രീഫായിട്ട് എന്താണ് ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റിന് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. ടു ബ്രിങ് ദ ഡിസൈഡ് ക്യാരക്ടേഴ്സ് ഇൻ ടു വൺ ഇൻഡിവിജ്വൽ. അതായത് 2 ചെടികളിലുള്ള, ഒരേ സ്പീഷീസിൽപ്പെട്ട 2 സസ്യങ്ങളിലുള്ള ഡിസൈഡ് ക്യാരക്ടേഴ്സ്, നമുക്ക് ആവശ്യമുള്ള ക്യാരക്ടേഴ്സിനെ ഒരു ചെടിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ ഒരു ഹൈബ്രിഡ് ഉണ്ടാക്കുക, ഒരു സങ്കര സന്താനത്തെ ഉണ്ടാക്കുക. അതാണ് ഹൈബ്രിഡൈസേഷൻ്റെ ലക്ഷ്യം എന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഓക്കെ, ഇതാണ് ഹൈബ്രിഡൈസേഷൻ്റെ ഉദ്ദേശം. ഇപ്പോഴത് പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെക്നിക്കാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഹൈബ്രിഡൈസേഷൻ നടത്താൻ വേണ്ടി ചില സ്റ്റെപ്പുകളുണ്ട്. ഇതാണ് ഗിർഗർ മെൻഡൽ ചെയ്തത്. ഗിർഗർ മെൻഡൽ ചെയ്ത ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് ഗിർഗർ മെൻഡൽ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നതിന് മുൻപ് അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ നടത്താൻ പോകുന്ന പീ
പ്യുവർ ബ്രീഡിംഗ് ആണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തിയത്. എന്താണ് ഈ പ്യുവർ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ? പ്യുവർ ബ്രീഡിംഗ് അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്യുവർ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷന്റെ ഫലമായി ഉണ്ടാവുന്ന സന്താനങ്ങൾ അതേ ക്യാരക്ടർ തന്നെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പ്ലാന്റിനെ നമ്മൾ പ്യുവർ ബ്രീഡിംഗ് അല്ലെങ്കിൽ ട്രൂ ബ്രീഡിംഗ് എന്ന് വിളിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന പീ പ്ലാന്റ്. ആ പീ പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തും. ഹൈബ്രിഡൈസേഷൻ ഇല്ല, സെൽഫ് പോളിനേഷൻ നടത്തും. സെൽഫ് പോളിനേഷൻ നടത്തി സന്താനങ്ങൾ ഉണ്ടാകും. ആ സന്താനങ്ങൾ എല്ലാം ചുവന്ന പൂക്കളുള്ളതാണ്. ഓക്കെ, ആ സന്താനങ്ങളിലെ ചുവന്ന പൂക്കളുള്ള പീ പ്ലാന്റിനെ വീണ്ടും സെൽഫ് പോളിനേഷൻ നടത്തി അടുത്ത തലമുറ ഉണ്ടാക്കുന്നു. അവരും ചുവന്ന പൂക്കൾ തന്നെയാണ്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോഴൊക്കെ അങ്ങനെ കുറേ അധികം തവണ സെൽഫ് പോളിനേഷൻ നടത്തി ഉണ്ടാകുന്ന സന്താനങ്ങളും അതേ ക്യാരക്ടർ തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് വേണ്ട ക്യാരക്ടർ തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ആ പ്ലാന്റ് ട്രൂ ബ്രീഡിംഗ് ആണ്, പ്യുവർ ബ്രീഡിംഗ് ആണ്. അവിടെ മിക്സിംഗ് ഒന്നും വന്നിട്ടില്ല, വേറെ ക്യാരക്ടേഴ്സ് ഒന്നും കലർന്നിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ യാതൊരു തെറ്റും സംഭവിക്കാതിരിക്കാൻ വേണ്ടി, യാതൊരു കൺഫ്യൂഷനും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്ത പീ പ്ലാന്റ്സ് പ്യുവർ ബ്രീഡിംഗ് ആയിരുന്നു, അല്ലെങ്കിൽ പ്യുവർ ബ്രീഡിംഗ് ആണ് എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിലേക്ക് കടന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം നടത്തിയ ഒരു ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് ആണ് എ ക്രോസ് ബിറ്റ്വീൻ എ ടോൾ പീ പ്ലാന്റ് ആൻഡ് എ ഡ്വാർഫ് പീ പ്ലാന്റ്. അപ്പോൾ ഇത് കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ആണല്ലോ. ഇപ്പോൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ ആ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അതിന് രണ്ട് എക്സ്ട്രീം വെറൈറ്റീസ് ഉണ്ട്. വൺ വെറൈറ്റി ഈസ് ഡ്വാർഫ് ആൻഡ് അനദർ വൺ ഈസ് ടോൾ പീ പ്ലാന്റ് ആൻഡ് ഡ്വാർഫ് പീ പ്ലാന്റ്. അപ്പോൾ അദ്ദേഹം ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിലേക്ക് പോകുന്നതിന് മുൻപ് അദ്ദേഹം ഡ്വാർഫ് പ്ലാന്റ് ഈസ് he made it sure that the dwarf plant is pure breeding and it gives rise to only dwarf plants. And the tall plant, he made sure that it is true breeding and it gives rise to only tall plants. Okay. സോ അങ്ങനെ രണ്ട് ട്രൂ ബ്രീഡിംഗ് ആയിട്ടുള്ള ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും അദ്ദേഹം ഹൈബ്രിഡൈസേഷന് വിധേയമാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്സിൽ കൂടി അദ്ദേഹം കടന്നുപോയി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് നമുക്ക് മെയിൽ പ്ലാന്റ് ആയിട്ടും മറ്റൊന്നിനെ ഫീമെയിൽ പ്ലാന്റ് ആയിട്ടും കണക്കാക്കാം. അപ്പോൾ സപ്പോസ് ടോൾ പ്ലാന്റ് നമ്മൾ മെയിലായിട്ടും ഡ്വാർഫിനെ ഫീമെയിൽ പ്ലാന്റുമായിട്ട് കണക്കാക്കുന്നു എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടോൾ പ്ലാന്റിൽ ഡ്വാർഫ് പ്ലാന്റിൽ ഇമാസ്കുലേഷൻ, അതാണല്ലോ ഫീമെയിൽ പ്ലാന്റ് ആണ്, അതിൽ ഇമാസ്കുലേഷൻ നടത്തുന്നു. അതിനെ പോളിത്തീൻ ബാഗ് വെച്ച് കവർ ചെയ്യുന്നു. ടോൾ പ്ലാന്റിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു. അതാണല്ലോ മെയിൽ പ്ലാന്റിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് അത് ഡ്വാർഫ് പ്ലാന്റിൻ്റെ സ്റ്റിഗ്മയിൽ നിക്ഷേപിക്കുന്നു. ദെൻ അഗൈൻ കവേഴ്സ് വിത്ത് എ പോളിത്തീൻ ബാഗ്. അപ്പോൾ നമുക്കറിയാം എന്തുണ്ടാവും, സീഡ് ഉണ്ടാവും, ഫെർട്ടിലൈസേഷൻ നടക്കും, സീഡ് ഉണ്ടാവും. ആ സീഡിനെ ജെർമിനേറ്റ് ചെയ്ത് പയറുകൾ മുളച്ച് കഴിയുമ്പോൾ നമ്മളതിനെ, അതൊരു നെക്സ്റ്റ് ജനറേഷനാണ്. ഈ ജനറേഷൻ നമ്മൾ പറയുന്ന പേര് F1 ജനറേഷൻ എന്ന് അദ്ദേഹം വിളിച്ചു. F1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫീലിയൽ എന്നാണ് അർത്ഥം. ഫസ്റ്റ് ഫീലിയൽ ജനറേഷൻ, F1 ജനറേഷൻ. ഇപ്പോൾ ടോൾ പ്ലാന്റിനെയും ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തി ഉണ്ടായ സന്താനങ്ങളെ F1 ജനറേഷൻ എന്ന് അദ്ദേഹം വിളിച്ചു. അപ്പോൾ അദ്ദേഹം നടത്തിയ ഈ ഒരു ക്രോസ്, ഈ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിന് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് പറയുക. എന്താണ് പറയുക?
monohybrid cross. Mono means single. Hybrid, you know that is the progeny or the plants produced as a result of hybridization. This hybrid. Monohybrid or mono means single. അതായത് അദ്ദേഹം ഒരൊറ്റ ക്യാരക്ടർ മാത്രമാണ് അദ്ദേഹം ഈ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത്. എന്താണ് ആ ക്യാരക്ടർ? ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. മറ്റ് ക്യാരക്ടേഴ്സ് പീ പ്ലാന്റ്സിൽ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ആ പീ പ്ലാന്റ് മേ ബി ഹാവിങ് റെഡ് ഫ്ലവർ വിത്ത് ആക്സിൽ ഇൻ പൊസിഷൻ or maybe with a green seed. So, like characters may be there. Characters are there, of course. But അതൊന്നും നമ്മൾ കണക്കിലെടുക്കുന്നില്ല. ഗ്രിഗർ മെൻഡൽ എക്സ്പെരിമെന്റ് നടത്തിയ സമയത്ത് അതൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ യോന്നുന്നത് എന്തിനു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്തിന് മാത്രമാണ്? ഒരേ ഒരു ക്യാരക്ടർ, ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. ബാക്കി ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് എന്താണെന്നൊന്നും അദ്ദേഹം തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. കാരണം അതൊക്കെ അങ്ങനെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയാൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും, റിസൾട്ടിനെ ബാധിക്കും, അത് അദ്ദേഹത്തെ കൺഫ്യൂസ് ചെയ്യിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരൊറ്റ ക്യാരക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ ഒരു ക്യാരക്ടർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൻ്റെ മാത്രം പഠനം ഉദ്ദേശിച്ച് അതിൻ്റെ ഇൻഹെറിറ്റൻസ്, അതായത് അത് ഒരു ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷനിലേക്ക് എങ്ങനെ പോകുന്നു എന്നത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് ആണ് ആ ഹൈബ്രിഡൈസേഷനെ നമ്മൾ എന്ത് വിളിക്കാം? ആ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാം. മോണോഹൈബ്രിഡ് ക്രോസ്. സോ ദ മോണോഹൈബ്രിഡ് ക്രോസ് വാസ് ബിറ്റ്വീൻ എ ടോൾ പ്ലാന്റ് ആൻഡ് എ ഡ്വാർഫ് പ്ലാന്റ് ആൻഡ് ദ പ്രോജനി. നൗ ദ ടേം പ്രോജനി മീൻസ് ഇങ്ങനെ ഹൈബ്രിഡൈസേഷൻ ഉണ്ടാകുന്ന സന്താനങ്ങൾക്കാണ് നമ്മൾ പ്രോജനി എന്ന് വിളിക്കുക. സോ എ പ്രോജനി പ്രൊഡ്യൂസ്ഡ് and the progeny is called F1 generation. F1 generation, first filial generation. ഇനി ഈ പ്രോജനി എങ്ങനെയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പരിശോധിച്ചു. ഇപ്പോൾ പയർ ചെടികളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി F1 ജനറേഷനിലുള്ള എല്ലാ പ്ലാന്റ്സും ടോൾ ആണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെന്റ് ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയുമാണ് ഹൈബ്രിഡൈസേഷന് വിധേയമാക്കിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ അദ്ദേഹത്തിന്റെ നോളജ് വെച്ചിട്ട് നമ്മൾ വിചാരിക്കേണ്ട മറ്റൊരു കാര്യം, ഗ്രിഗർ മെൻഡൽ ഈ എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് ബയോളജിക്കൽ സയൻസ് വലിയ ഡെവലപ്മെന്റ് ഒന്നും നേടിയിട്ടില്ല. സയൻസ് ആസ് എ ഹോൾ വലിയ ഡെവലപ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒരു സമയത്താണ് അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തുന്നത്. വലിയ വലിയ കണ്ടെത്തലുകളൊന്നും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള കണ്ടെത്തലുകളൊന്നും വന്ന് ബയോളജിയിലോ ഒന്നും സയൻസിലോ വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അറിവുകളും വളരെ പരിമിതമായിരുന്നു. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് ടോൾ പ്ലാന്റ് ആണല്ലോ, മറ്റേത് ഡ്വാർഫാണ്. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു ഇന്റർമീഡിയറ്റ് ഹൈറ്റുള്ള സന്താനങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, പൊക്കം കുറഞ്ഞ പ്ലാന്റ് ഉണ്ട്, പൊക്കം കൂടിയ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ സന്താനങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇന്റർമീഡിയറ്റ് പൊക്കമുള്ള സന്താനങ്ങൾ F1 ജനറേഷനിൽ ചിലപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് ഒരുപക്ഷെ വിപരീതമായി ഉണ്ടായ പ്ലാന്റ്സ് മുഴുവൻ F1 ജനറേഷനിൽ ഉണ്ടായ സസ്യങ്ങൾ മുഴുവൻ ഈ പ്ലാന്റ്സ് മുഴുവൻ എന്തായിരുന്നു? ടോൾ പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂഷൻ. രണ്ട് കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഉള്ള പീ പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഒരു പാരന്റിന്റെ മാത്രം സ്വഭാവം F1-ൽ സംഭവിക്കുന്നത്? അദ്ദേഹം ഒരു നല്ല ഒരു ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ട ക്ഷമയും അതുപോലെ പെർസിയവറൻസും ഒക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഗ്രിഗർ മെൻഡൽ. അദ്ദേഹം പരീക്ഷണം വീണ്ടും തുടരാൻ തീരുമാനിച്ചു. അദ്ദേഹം മറ്റ് ഒരു അനദർ പെയർ ഓഫ് കൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് അദ്ദേഹം എടുത്തു. ഒരു ക്യാരക്ടർ കൂടി അദ്ദേഹം അതിൽ പരീക്ഷണം നടത്തി. മോണോഹൈബ്രിഡ് ക്രോസ് അദ്ദേഹം റിപ്പീറ്റ് ചെയ്തു വിത്ത് അനദർ ക്യാരക്ടർ. സേ ഫോർ എക്സാമ്പിൾ ഫ്ലവർ കളർ, violet flower color is the white flower color is the. He crossed them and observed the F1 progeny. അപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലായി
പാരൻസിൽ ഒരാളുടെ ക്യാരക്ടർ മാത്രമേ F1-ൽ വരുന്നുള്ളൂ, മറ്റൊരാളുടെ ക്യാരക്ടർ വരുന്നതേ ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇങ്ങനെ അദ്ദേഹം എല്ലാ കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ്, എല്ലാ ക്യാരക്ടേഴ്സിലുമുള്ള പീ പ്ലാന്റ്സിനെ തമ്മിൽ ക്രോസ് ചെയ്ത്, കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് വെച്ചിട്ട് അദ്ദേഹം ക്രോസ് ചെയ്ത് ഹൈബ്രിഡൈസേഷൻ നടത്തി. അപ്പോഴൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി F1 പ്രോജനി കാണിക്കുന്നത് ഏതെങ്കിലും ഒരു പാരന്റിന്റെ സ്വഭാവം മാത്രമാണ്, മറ്റേ പാരന്റിന്റെ സ്വഭാവം എക്സ്പ്രസ് ചെയ്യുന്നേയില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇത് അദ്ദേഹത്തിന് വലിയൊരു അതിശയമാണ്. അപ്പോൾ മറ്റേ ക്യാരക്ടർ എവിടെ പോകുന്നു? ന്യായമായിട്ടും ഒരു ചോദ്യമാണ് അല്ലേ. ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രമാണ് F1-ൽ വരുന്നതെങ്കിൽ മറ്റേ ക്യാരക്ടർ എവിടെ പോയി? ഓക്കെ, അപ്പോൾ തൽക്കാലം അതിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. പിന്നീട് അദ്ദേഹം ചെയ്തത് ഈ F1 പ്രോജനി, F1-ൽ കിട്ടിയ സന്താനങ്ങളെ അദ്ദേഹം സെൽഫ് പോളിനേഷന് വിധേയമാക്കി. സെൽഫ് പോളിനേഷൻ, ഇപ്പോൾ ഹൈബ്രിഡൈസേഷൻ അല്ല, ഇപ്പോൾ അദ്ദേഹം നടത്തുന്ന ഹൈബ്രിഡൈസേഷൻ അല്ല, സെൽഫ് പോളിനേഷൻ. അതായത് നമുക്കറിയാം, ഇപ്പോൾ ടോൾ ആൻഡ് ഡ്വാർഫ് പ്ലാന്റ്സിനെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ F1 ജനറേഷൻ എല്ലാം ടോൾ ആണെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ കിട്ടിയ ടോൾ പ്ലാന്റ്, വേറെ ഏതെങ്കിലും ടോൾ പ്ലാന്റ് അല്ല, F1 പ്രോജനിയിൽ നിന്നുള്ള ടോൾ പ്ലാന്റ്സിനെ, 2 ടോൾ പ്ലാന്റ്സ് അദ്ദേഹം അവരെ 2 വേണ്ട, അദ്ദേഹം അതിനെ സെൽഫ് പോളിനേഷൻ നടത്തി. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് F2 പ്രോജനി കിട്ടി. അങ്ങനെ കിട്ടിയ സന്താനങ്ങൾ അദ്ദേഹം F2 ജനറേഷൻ എന്ന് വിളിച്ചു. F2 പ്രോജനി, F2 ജനറേഷൻ, സെക്കൻഡ് ഫീലിയൽ ജനറേഷൻ. F2 ജനറേഷൻ കിട്ടിയപ്പോൾ വളരെ വ്യത്യസ്തമായ റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹത്തെ അതിശയിപ്പിച്ചുകൊണ്ട് ചില പ്ലാന്റ്സ്, മെജോറിറ്റി ഓഫ് ദ പ്ലാന്റ്സ് were tall and few plants were dwarf. അപ്പോൾ അദ്ദേഹം ഗർഗർമെന്റിൽ നല്ലൊരു മാത്തമാറ്റിക്സിൽ നല്ല അഭാവമുള്ള ആൾ കൂടി ആയിരുന്നു ഗർഗർമെന്റ്, പ്രത്യേകിച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് അദ്ദേഹം ഇതിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഒരുപാട് സന്താനങ്ങളുണ്ടായി. ഒരുപക്ഷെ 100 കണക്കിന് 1000 കണക്കിന് പയർ ഇതുപോലെ F2 ജനറേഷനിൽ, F1 ജനറേഷനിലൊക്കെ അദ്ദേഹത്തിന് കിട്ടി. F1 ജനറേഷനിൽ എത്ര ഉണ്ടായാലും, 1000 ഉണ്ടായാലും എല്ലാം ടോൾ തന്നെയായിരുന്നു. F2 ജനറേഷൻ ഇങ്ങനെ 1000 കണക്കിന് പ്ലാന്റ്സ് അദ്ദേഹം ഉത്പാദിപ്പിച്ചപ്പോൾ അതിൽ കുറേ എണ്ണം ടോളാണ്, കുറേ എണ്ണം ഡ്വാർഫാണ്. അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു റേഷ്യോ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ആ റേഷ്യോ അദ്ദേഹത്തിന് ആ റേഷ്യോ കിട്ടിയത് 3:1 എന്ന റേഷ്യോ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതായത് മൊത്തമുണ്ടായ പ്ലാന്റ്സിൽ നമ്മൾ റേഷ്യോയിലേക്ക് മാറ്റുമ്പോൾ 3 എണ്ണം ടോൾ പ്ലാന്റും 1 എണ്ണം ഡ്വാർഫ് പ്ലാന്റും, അല്ലെങ്കിൽ 3:1, 3 ടോൾ പ്ലാന്റിന് 1 ഡ്വാർഫ് പ്ലാന്റ് എന്ന റേഷ്യോ ആണ് അദ്ദേഹത്തിന് കിട്ടിയത്. നമ്മൾ 3:1 റേഷ്യോ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഈ റേഷ്യോയെ നമ്മൾ മോണോ ഹൈബ്രിഡ് റേഷ്യോ എന്ന് വിളിക്കുന്നു. മോണോ ഹൈബ്രിഡ് റേഷ്യോ, ബിക്കോസ് ദാറ്റ് റേഷ്യോ വാസ് ഒബ്റ്റൈൻഡ് ആസ് എ റിസൾട്ട് ഓഫ് എ മോണോ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ അതിന് മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ ഫലമായി കിട്ടിയ റേഷ്യോ ആയതുകൊണ്ട് അതിന് മോണോ ഹൈബ്രിഡ് റേഷ്യോ എന്ന് വിളിക്കും. ദാറ്റ് ഈസ് 3:1. ഇത് അദ്ദേഹം മറ്റു പല കൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് വെച്ചിട്ട് ഹൈബ്രിഡൈസേഷൻ നടത്തി F2 ഉണ്ടാക്കിയപ്പോഴും അദ്ദേഹത്തിന് ഈ 3:1 റേഷ്യോ തന്നെ കിട്ടി. ഇപ്പോൾ അദ്ദേഹത്തിന് 2 ചോദ്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, F1 ജനറേഷനിൽ എന്തുകൊണ്ടാണ് ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രം അപ്പിയർ ചെയ്തത്? മറ്റേ പാരന്റിന്റെ ക്യാരക്ടർ എവിടെ പോയി? രണ്ടാമത്തെ ചോദ്യം, F2 ജനറേഷനിൽ ടോൾ പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നു. F1 ജനറേഷനിൽ ടോൾ പ്ലാന്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഈ ടോൾ പ്ലാന്റിനെ മാത്രം സെൽഫ് പോളിനേറ്റ് F2 ജനറേഷനിൽ അവരുടെ സന്താനങ്ങളിൽ എങ്ങനെയാണ് ഡ്വാർഫ് പ്ലാന്റ് വന്നത്? കാരണം ഡ്വാർഫ്നെസ് എന്നൊരു ഫീച്ചർ F1 ജനറേഷനിൽ ഇല്ല, പ്രത്യക്ഷത്തിലില്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ ഡ്വാർഫ്നെസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇല്ലാതിരുന്നിട്ട് കൂടി F1 ജനറേഷനെ സെൽഫ് പോളിനേറ്റ് ചെയ്തപ്പോൾ F2 ജനറേഷനിൽ എങ്ങനെയാണ് ഡ്വാർഫ്നെസ് എന്ന് പറയുന്ന
സ്വഭാവം പ്രത്യക്ഷപ്പെട്ടത്. ടോളൊക്കെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന, കാരണം പാരൻസ് ടോളാണല്ലോ. പക്ഷെ ഡ്വാർഫ് എങ്ങനെ വന്നു? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെയാണ് നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിക്കാം. F1 ജനറേഷൻ ഉണ്ടായി. ഒരു ടോൾ പ്ലാന്റിനെയും ഒരു ഡ്വാർഫ് പ്ലാന്റിനെയും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തിയപ്പോൾ F1 ജനറേഷൻ ഉണ്ടായി. F1 ജനറേഷനിൽ എല്ലാ പ്ലാന്റ്സും ടോളായിരുന്നു. അവിടെ ഡ്വാർഫ്നെസ് അപ്പിയർ ചെയ്തേയില്ല. പിന്നെ അദ്ദേഹം F1 ജനറേഷനിലെ ടോൾ പ്ലാന്റിൽ സെൽഫ് പോളിനേഷൻ നടത്തി. എന്നിട്ട് F2 ജനറേഷൻ ഉണ്ടാക്കി. F2 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ 3:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും ഉണ്ടായി. 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഒന്ന്, F1 പ്രോജനിയിൽ എന്തുകൊണ്ട് ഡ്വാർഫ്നെസ് ഇല്ലാതെ പോയി? ഒരു പാരൻ്റെ ക്യാരക്ടർ മാത്രം എന്തുകൊണ്ട് അപ്പിയർ ചെയ്തു? മറ്റേ പാരൻ്റെ ക്യാരക്ടർ എവിടെ പോയി? രണ്ടാമത്തെ ചോദ്യം, F2 ജനറേഷനിൽ ഡ്വാർഫ്നെസ് എവിടെ നിന്ന് വന്നു? അതെന്തുകൊണ്ട് അപ്പിയർ ചെയ്തു? ഓക്കെ, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കിടക്കാം. നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.